ഹായ് കൂട്ടുകാരെ, 3ാം ക്ലാസ്സിലെ പരിസര പഠനം അർദ്ധവാർഷിക പരീക്ഷയുടെ 2023 ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കൂട്ടുകാർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ചിത്രത്തിൽ നോക്കുക. ഇതിൽ അപ്പവും അമ്മുവും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ജലസ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് കൂട്ടുകാർ എഴുതേണ്ടത്. കുളം, കിണർ, തോട്, പുഴ തുടങ്ങിയവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജലം അത്യാവശ്യമാണ്. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കുടിക്കാൻ, കുളിക്കാൻ, വസ്ത്രം കഴുകാൻ, കൃഷിക്ക്, വാഹനങ്ങൾക്ക്, മൃഗങ്ങൾക്ക് കുടിക്കാൻ, വസ്ത്ര നിർമ്മാണത്തിന്, വസ്ത്രം കഴുകുന്നതിന്, മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് നമുക്ക് ജലം കൂടിയേ തീരൂ. കൃഷിക്ക് ജലം വളരെ അത്യാവശ്യമാണ്. അതുപോലെ സസ്യങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ജലം കൂടിയേ തീരൂ. അടുത്ത ചോദ്യം വൃത്തിയും ആരോഗ്യവും എന്നുള്ള പാഠഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അമ്മുവും അപ്പവും വിനോദയാത്രയ്ക്ക് പോവുകയാണ്. ഇടയ്ക്ക് അവർക്ക് ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കണം. എന്നാൽ അവർ കയറിയ ഹോട്ടലിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള വൃത്തിയില്ലാത്ത ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇത്തരം ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്കറിയാം, തുറന്നു വെച്ചിട്ടുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതല്ല. എലി, കൊതുക്, ഈച്ച, നായ തുടങ്ങിയവയുടെയൊക്കെ ചിത്രങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. തന്മൂലം മഞ്ഞപ്പിത്തം, ഛർദി, എലിപ്പനി, മലേറിയ, വയറിളക്കം, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കരുത്. അത് നല്ല ശുചിത്വം, നല്ല ആരോഗ്യത്തിന് നല്ല ശുചിത്വം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില പോസ്റ്ററുകൾ എഴുതാനാണ് അടുത്ത ചോദ്യം കൊടുത്തിരിക്കുന്നത്. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ശുചിത്വ കേരളം, സുന്ദര കേരളം, ആരോഗ്യമുള്ള നാട്, ആരോഗ്യമുള്ള ജനത, ശുചിത്വമുള്ള നാട്, വൃത്തിയുള്ള പരിസരം, നല്ല ആരോഗ്യത്തിന്, അതുപോലെ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത് തുടങ്ങിയ ധാരാളം പോസ്റ്ററുകൾ കൂട്ടുകാർക്ക് തയ്യാറാക്കാം. പ്രിയ കൂട്ടുകാരെ, ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പുസ്തകത്തിലേക്ക് ചോദ്യവും ഉത്തരവും എഴുതി പഠിക്കണം. നമുക്ക് തോന്നും വളരെ എളുപ്പത്തിൽ എ ഗ്രേഡ് മേടിക്കാമെന്ന്. സാധിക്കില്ല. 90ന് മുകളിൽ മാർക്ക് ലഭിക്കണമെങ്കിൽ വളരെ ആവർത്തിച്ച് വളരെ നന്നായിട്ട് എഴുതി പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത പ്രവർത്തനം 3, കലവറ നിറയ്ക്കൽ. ഓണസദ്യയുടെ ഭാഗമായിട്ട് കൂട്ടുകാർ ധാരാളം പച്ചക്കറികൾ, ഇലക്കറികൾ, ധാന്യങ്ങൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ, പച്ചക്കറികൾ ഇവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇനി അവയൊന്ന് വേർതിരിക്കണം. ധാന്യങ്ങൾ പ്രത്യേകമായിട്ട് വേർതിരിക്കണം. അതുപോലെ ഇലക്കറികൾ, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുകൾ. ചില ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള ധാന്യമാണ് അരി, അതവിടെ എടുത്ത് എഴുതണം. അതുപോലെ വെണ്ടയ്ക്ക, ഇലക്കറികളും കൂടെ ചേർത്ത് എഴുതുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ബി വിഭാഗം ചോദ്യം എന്താണ്? ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരം എന്താണ്? ദിവസമുള്ള ആഹാരത്തിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നാം നേരത്തെ കണ്ടു കഴിഞ്ഞു. നല്ല ആരോഗ്യത്തിന് മുട്ട, അരി, ഗോതമ്പ്, ഇറച്ചി, മീൻ, പയർ, പാൽ, ധാന്യങ്ങൾ, പഴങ്ങളും ഇലക്കറികളും എല്ലാം കഴിക്കണം അല്ലേ? എന്നാൽ അധികമായി നൂഡിൽസ്, ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. നിങ്ങളുടെ അമ്മമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം, ഏതെല്ലാം ആഹാരങ്ങൾ ഉൾപ്പെടുത്തരുത്, കഴിക്കരുത് എന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. അധികമായി മൈദ ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും ബേക്കറി ഉൽപ്പന്നങ്ങളും കഴിക്കാതിരിക്കുന്നത് പല രോഗങ്ങളും വരാതിരിക്കാൻ നല്ലതാണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ഈ ചിത്രത്തിൽ കാണുന്ന തൊഴിൽ ഉപകരണങ്ങളുടെ ഉപയോഗം എഴുതുക. ഇത് തൊഴിൽ ഉപകരണം എന്താണെന്ന് എഴുതുക. നമുക്കറിയാം, ഇത് കലപ്പയാണ്, മറ്റേത് ഉളിയാണ്. അതുപോലെ തന്നെ ഉളി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫർണിച്ചറുകൾ തയ്യാറാക്കുന്നതിനാണ്. കലപ്പ ഉപയോഗിക്കുന്നത് കൃഷി ആവശ്യങ്ങൾക്കാണ്. അതുപോലെ വിറക് കീറുന്നതിന് നാം എന്താണ് ഉപയോഗിക്കുന്നത്? കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് എഴുതുക. കോടാലി. സ്റ്റെതസ്കോപ്പ് എന്തിനാണ്? രോഗനിർണയത്തിന്. പഴയ കാല ഉപകരണങ്ങളും പുതിയ കാലത്തെ ഉപകരണങ്ങളും തമ്മിൽ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സമയം ലാഭമാണ്. വേഗത, വളരെ പെട്ടെന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ആട്ടുകല്ലിനെ കഴിഞ്ഞു അല്ലേ? ആ കാര്യം കൂടി നമ്മൾ ഉത്തരത്തിൽ സൂചിപ്പിക്കുക. പിന്നെ പഴയകാല ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വഴി വൈദ്യുതി ലാഭിക്കാം, പണം ലാഭിക്കാം, ആരോഗ്യത്തിന് മെച്ചവുമാണ്. പൂമ്പാറ്റയുടെ ജീവിതചക്രം, അതാണ് അടുത്തതായിട്ട് പൂർത്തീകരിക്കേണ്ടത്. അതിന് ഒരു ചെറിയൊരു കഥയായി ഇവിടെ നൽകിയിരിക്കുകയാണ്.
അടുക്കി വെച്ച ചിത്രങ്ങൾ ചിതറിപ്പോയി പൂച്ച കയറിയപ്പോൾ. അങ്ങനെയാണെങ്കിൽ ചിത്രശലഭം ഉണ്ടാവുന്നതിന് മുൻപുള്ള ഘട്ടങ്ങളാണ് കൂട്ടുകാർ എഴുതേണ്ടത്. നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉള്ള ഒരു പ്രവർത്തനമാണ്. ഇലയിൽ മുട്ട കണ്ടിട്ടുണ്ട്, അത് പുഴുവാകുന്നു, പിന്നീട് അത് സമാധി അവസ്ഥയായി പ്യൂപ്പയായി മാറുന്നു, പിന്നീട് പ്യൂപ്പ അതിൻ്റെ കൂട് പൊട്ടിച്ച് വളരെ മനോഹരമായ ചിത്രശലഭങ്ങളായിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ബി സെക്ഷൻ ചോദ്യം എന്താണ്? പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറക്കുന്ന ചിത്രശലഭങ്ങളെ നശിപ്പിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് ചിത്രശലഭങ്ങൾ ഉള്ളത് കൊണ്ടാണ്, പരാഗണം നടക്കുന്നതുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ അവ ഇരിക്കുന്ന ചെടികൾ നശിപ്പിക്കരുത്, പൂന്തോട്ടങ്ങൾ നശിപ്പിക്കരുത്. അതുപോലെ തന്നെ ചിത്രശലഭങ്ങൾ ഇരിക്കാറുള്ള തുമ്പ, ഹനുമാൻ കിരീടം അല്ലെങ്കിൽ കൃഷ്ണകുടീരം തുടങ്ങിയ പോലുള്ള ചെടികൾ നട്ടി വളർത്തുകയും നാം ചെയ്യണം. 1-ാം ടൈമിലെ പരീക്ഷ പോലെ തന്നെ ഒരു പരീക്ഷണം ചെയ്യാനായിട്ട് നൽകിയിട്ടുണ്ട്. മണ്ണിൽ വായുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ളൊരു പരീക്ഷണമാണ്. ചിത്രത്തിൽ ഇതുപോലെ ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുക, വെള്ളത്തിലേക്ക് നല്ല ഉണങ്ങിയ ഒരു മൺകട്ട ഇടുക. തുടർന്ന് എന്താ കാണുന്നത്? പരീക്ഷണം നടത്തുന്നത് എങ്ങനെയാണ്? ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക, വെള്ളത്തിലേക്ക് ഒരു മൺകട്ട ഇടുക. അപ്പോഴെന്താണ് കണ്ടത്? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? നമുക്കറിയാം, കട്ടയിൽ നിന്നും കുമിളകൾ പുതുക്കെ പുറത്തേക്ക് വരുന്നത് കാണാം, അല്ലേ? ആ കുമിളകൾ മൺകട്ടയിൽ അടങ്ങിയിരിക്കുന്ന വായുവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെള്ളത്തിൽ നിന്നും മൺകട്ടയിലുള്ള വായുവാണ് കുമിളകളായി വരുന്നത്. അതായത് മൺകട്ടയിൽ വായുവുണ്ട്. പ്രിയ കുട്ടികളെ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ പരീക്ഷണങ്ങളെല്ലാം ചെയ്ത് നോക്കണം, ഉത്തരങ്ങളെല്ലാം വീണ്ടും എഴുതി നോക്കണം. പരീക്ഷ എഴുതുന്നതോടുകൂടി പരീക്ഷ തീരരുത്. അതിലൊരു എ ഗ്രേഡ് കിട്ടത്തക്ക രീതിയിൽ ആവർത്തിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എല്ലാ പരീക്ഷണങ്ങളും ചെയ്യുക, എല്ലാ ഉത്തരങ്ങളും അറ്റൻഡ് ചെയ്യുക.